ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം. അതായത് ചിരി വരുന്നത് വേറൊന്നല്ല, പലരും ലൈക്ക് അടിക്കുന്നവരുണ്ട്, മെസ്സേജ് കമൻ്റ് ഇടുന്നവരുണ്ട്, യൂട്യൂബിൽ പലതും കണ്ടിട്ടുണ്ട്. ഇത് പറയാൻ ചിരിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ അല്ലാലോ നമ്മൾ ഞോണ്ടിക്കൊണ്ടിരിക്കുമല്ലോ, സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എന്തൊരു കാര്യം നോക്കണ സമയത്ത് എനിക്കൊരു വീഡിയോ, അത് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോ വന്നു, ആരൊക്കെയുള്ള തമ്മിലുള്ള ഒരു ഇത്, അതായത് ഒരാൾ ചെന്നിട്ട് ഒരാൾക്കൊരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയണം, എൻ്റെ വീഡിയോയിൽ ആദ്യത്തെ രണ്ടാമത്തെ സെക്കൻഡില്ല, 35 സെക്കൻഡില്ല, മിനിറ്റിൽ അങ്ങോട്ട് ലൈക്ക് അടിക്കുന്ന കമൻ്റ് ഇടുന്ന, ഏറ്റവും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ഒരാളാണ് താങ്കൾക്കാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിലുള്ള ഒരു കോമഡി. ആ കോമഡിയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീടാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. അതായത് വീഡിയോ 10 മിനിറ്റിൻ്റെ 15 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, നീ രണ്ടാമത്തെ സെക്കൻഡിൽ ലൈക്ക് അടിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഈ 15 മിനിറ്റിൻ്റെ വീഡിയോ 2 സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ച് കാണാൻ സാധിച്ചു, അങ്ങനെയുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ അതായത് ആൾ വീഡിയോ കാണുന്നില്ലേ, എല്ലാം ലൈക്ക് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ട്സാണ് എന്നുള്ള അങ്ങനത്തെ ഒരു കോമഡി ഞാൻ കണ്ടു. ആരാണ് എന്താണെന്ന് അത് കോപ്പി ചെയ്യേണ്ടതായിരുന്നു ശരിക്കത്, അത് ഞാൻ ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്, സ്വാമിയുടെ നമ്പർ തരണം, വാട്സാപ്പ് നമ്പർ തരണം, അല്ലെങ്കിൽ അത് തരണം ഇത് തരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കിട്ടണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളൊക്കെ ഇപ്പോൾ തുരാന്ന് വരും. അപ്പം ഇതിൻ്റെ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പറയാൻ കാരണം പേരെടുത്ത് തന്നെ പറയാം. ഒരു സുഹൃത്തിൻ്റെ ഒരു 3-4 ദിവസമായിട്ട്, അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട്, ഒരു 3-4 ദിവസമായിട്ട് ഞാൻ അറിയുന്ന വ്യക്തി തന്നെയാണ്. ആദ്യം എൻ്റെ വാട്സാപ്പിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല, നമ്പർ മിസ്സായത് എന്താണെന്ന് അറിയില്ല. ഇദ്ദേഹം യൂട്യൂബ് കമൻറ്റിൻ്റെ താഴെ സ്വാമിയോട് നമ്പർ ചോദിച്ചിട്ട് 2-3 ദിവസമായി, എനിക്ക് നമ്പർ തരുന്നില്ല, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരുന്നില്ല. അപ്പം ഞാനതിൽ ആദ്യത്തെ ഒരു വീഡിയോ ഞാനത് റെസ്പോണ്ട് ചെയ്തില്ല, ലൈക്ക് ഞാനതിനെ ഒരു റെസ്പോണ്ട് കൊടുത്തുള്ളൂ. പിന്നത്തേന് ഞാൻ കമൻറ്റിന് മറുപടി ഇട്ടു, ഞാൻ ലൈക്ക് അടിക്കുന്നതിനേക്കാൾ ഉപരി വീഡിയോ കാണുന്നതിലാണെന്ന്. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. അതായത് വീഡിയോ കാണുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, എന്നിട്ടും പലരും നമ്പർ ചോദിക്കുന്നവരുണ്ട്, ഫേസ്ബുക്കിൽ നമ്പർ ചോദിക്കുന്നവരുണ്ട്. ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എന്ത് ഇടുമ്പോഴാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ എല്ലാ ഡീറ്റെയിലുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു നമ്പർ ചോദിക്കുന്നുണ്ട്. ഇനി നമ്പർ ചോദിക്കണമെങ്കിൽ ഇവർ കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ, വാട്സാപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിന് കിട്ടുന്ന നമ്പർ എൻ്റെ നമ്പർ, അതായത് എൻ്റെ നമ്പറല്ല അമ്പലത്തിന്, എൻ്റെ നമ്പർ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ നമ്പർ തന്നെയാണ്. ഞാൻ ആ അമ്പലത്തിൻ്റെ നമ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 830 48 47 381 എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാ വീഡിയോയുടെയും എല്ലാതിൻ്റെ അടിയിൽ ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഞാൻ പറയാറുണ്ട് വാട്സാപ്പിൽ, ആരും ഏകദേശം 100-300 പേര് വാട്സാപ്പ് സ്റ്റാറ്റസ് കാണുന്നവരുണ്ട്, 300 400 700 പേരൊക്കെ കാണുന്നവരുണ്ട്. ഈ 700 പേരൊക്കെ കണ്ടിട്ട് ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒരു സങ്കടം പോലെ പറയാറുണ്ട് വാട്സാപ്പിൽ വന്നിട്ട് സ്റ്റാറ്റസിൽ. 700 പേര് കണ്ടിട്ട് ആകെ ആ വീഡിയോ നമ്മൾ വ്യൂ ഒക്കെ നോക്കില്ലേ, വ്യൂ നോക്കുമ്പോൾ 10 പേര് 15 പേരൊക്കെയാണ്, ആവശ്യക്കാരായ 15 പേരെ കണ്ടിട്ടുള്ളൂ. എനിക്കത് കാണണ്ടെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കാനൊന്നല്ല ഞാൻ യൂട്യൂബിൽ ഇടണം എന്നുള്ളതും വേറെ സത്യം. ഞാൻ അങ്ങനെ വലിയ വൈറലായിട്ട് അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാനുള്ള മെസ്സേജുകളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞതൊക്കെ ആർക്കും വലിയ താല്പര്യം വരില്ല, അതായത് എന്തോ എൻ്റെ സംസാരം ആർക്കും വലിയ താല്പര്യം വരാറില്ലെന്ന് തോന്നുന്നു. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ തൃശ്ശൂർ ഭാഷയുടെ ആവാം, അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ശബ്ദം, അല്ലെങ്കിൽ അടിച്ചമർത്തണ പോലെയുള്ള ശബ്ദം, അങ്ങനെ എന്തൊക്കെയോ പലരും പല രീതിയിലൊക്കെ പറയണ കേൾക്കാറുണ്ട്. ഞാൻ എൻ്റെ ശരിയായിട്ടുള്ള സത്യസത്യമായിട്ടുള്ള കാര്യങ്ങളും സത്യസിദ്ധമായിട്ടുള്ള ഭാഷയിലാണ് ഞാൻ പറയുന്നത്.
എനിക്ക് ആരോടും ശത്രുതയില്ല, ആരോടും ഇതില്ല. ഞാൻ പറയണത് കൃത്യമായിട്ട് അത് മുഖത്ത് നോക്കി പറയുമ്പോൾ അത് പലർക്കും അത് ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് പലരും മുഴുവൻ വീഡിയോകൾ കാണാറില്ല. എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ 100 ചില സമയത്ത് അതാണ് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിടും. ഇപ്പം ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ ഇട്ടിട്ട് ഇത്ര സമയമായി, അതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ട് ആകെ 53 പേരുള്ളൂ അല്ലെങ്കിൽ 23 പേരുള്ളൂ. സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളത് ഏകദേശം 350 പേര് കണ്ടു കഴിഞ്ഞു ഈ സമയത്തിനുള്ളിൽ. എന്നിട്ട് 350 പേരിൽ 11 പേര്, ആ 13 പേരും വാട്സാപ്പിലുള്ളവരാവണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് പോലും അപ്പോൾ വീഡിയോ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ കാണുന്നത് ലൈക്ക് അടിക്കുന്നവർ പോലും കൃത്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ആവശ്യക്കാർ കണ്ടാൽ മതി, ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്താൽ മതി. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാതെ തന്നെ ഒരുപാട് പണികളുണ്ട്. 1 മിനിറ്റ് കണ്ണടയ്ക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. ഞാൻ പൂജാക്രമങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കി എടുത്തിട്ട് വേണം അതൊരു 1 മിനിറ്റ് പോലും എനിക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. 1 മിനിറ്റ് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ ഇത് പത്തിര അത്യാവശ്യമായിട്ടുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതാക്കിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാത്തവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും ലാലൂർ ദേവസ്വത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും നന്നാവാനും ഉയർച്ചകളും എന്താ പറയുക ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഭഗവാന്റെ സാന്നിധ്യം ലഭിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ആവശ്യമുള്ളവർ, അതായത് ഉള്ളിൽ നിന്നൊരു നെഞ്ചിലൊരു പൊരിച്ചിൽ വരുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിരുന്നു, അവസാന ആശ്രയമായിട്ടാണ് ഞാൻ ലാലൂർ ദേവസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്, പലയിടത്തും പോയി, ഈ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർ കാണുക, അവരെങ്കിലും രക്ഷപ്പെടട്ടെ. ദൈവമേ, ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.